25:12 പറയുന്നു, 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം, അത് നിങ്ങളിൽ വിശുദ്ധമായിരിക്കണം. പ്രിയമുള്ളവരെ, ജൂബിലി വർഷം വെറും കാലപരിധിയല്ല, അത് സ്മരണകളുടെ കാവ്യവും നദിയുടെ ഗീതവുമാണ്. ആഴം നിറഞ്ഞ ഒരു യാത്രയുടെ പകൽച്ചായ, കാലത്തെ കീഴടക്കിയ കൃപയുടെ കുസുമങ്ങൾ, കരുണയുടെ നന്മയിൽ കരയുന്ന പാതകളുടെ സ്മരണയ്ക്കായുള്ള മഹാനിമിഷം. 1974 വയനാട്ടിൽ പൂമലയിൽ വിതറിയ കരുണയുടെ വിത്തുകൾ ഇന്ന് അർദ്ധശതാബ്ദിയുടെ അനന്തസ്മരണകളുമായി മാറിയിരിക്കുന്നു. ഓരോ നാഴികകളിലും ഓരോ കാലത്തിനും ദീപസ്തംഭം പോലെയിരുന്ന അനുഗ്രഹത്തിന്റെ പര്യായമാണ് ഈ യാത്ര. ചരിത്ര നാളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യാവുന്ന കൃപയുടെ നാളുകൾ, ഓരോ നാളിലും തിളങ്ങുന്ന പുണ്യവേളകൾ, ഓരോ പാതയിലും മിന്നുന്ന കരുണയുടെ വെളിച്ചം ഇപ്പോൾ നമ്മുടെ ജീവിത രീതിയിൽ കഥയായും കവിതയായും നിറയുകയാണ്. നീണ്ടുനിന്ന പ്രയാണത്തിലെ ദുർബലതകൾ അതിജീവിച്ച് നന്മയുടെ അച്ചുതണ്ടിൽ നാം ഉയർത്തിയ വിശുദ്ധ തിളക്കത്തിന് നന്ദി പറഞ്ഞ് കുറവുകൾ നികത്തി കൂടുതൽ കരുണയോടെ മുന്നേറുവാനുള്ള ഓർമ്മപ്പെടുത്തൽ, തിരിഞ്ഞു നോക്കാനും തിരിച്ചറിയാനുമുള്ള സമയം. പ്രാർത്ഥനയുടെ കൂപ്പുകരങ്ങളാലും സ്നേഹത്തിന്റെ വർണ്ണപുഷ്പങ്ങളാലും ഒളിമയുടെ ഹൃദയപിടിപ്പുകൾ ചേർന്ന ചെറുകുകളാലും ആഘോഷങ്ങളുടെ ചിലമ്പൊലികളാലും ആകാശത്തോളം ഉയരുന്ന സുവർണ നിമിഷങ്ങൾ, കാരുണ്യ മാതാവിന്റെ പുത്രിമാരുടെ സ്നേഹ കൈകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു സ്വപ്നയാത്രയുടെ 50 ആണ്ടുകളുടെ നാളുകളിലേക്ക് ഒരു മടക്കയാത്ര. ഇറ്റലിയിലെ തുറമുഖ നഗരമായ സവോണയിലെ ആൽബിസോള മരീനയിൽ ബെർത്തലോമിയോ റോസല്ലോ മരിയ ദമ്പതികളുടെ മകളായി 1811 മെയ് 27-ാം തീയതി റോസല്ലോ ജനിച്ചു. മാതാപിതാക്കളുടെ ദൈവഭക്തിയും പരസ്നേഹ പ്രവൃത്തികളും മാതൃകയാക്കി ഈ പെൺകുട്ടി പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ ഭക്തിയിൽ വളർന്നു വന്നു. സവോണയിലെ അന്നത്തെ ബിഷപ്പ് ഡിമാരിയുടെ അനുഗ്രഹത്തോടെ ദൈവസ്നേഹത്താൽ എരിഞ്ഞ ബെനദേത്ത റോസല്ലോയും തീഷ്ണമതികളും സേവന സന്നദ്ധതയും നിറഞ്ഞ 3 കൂട്ടുകാരികളും ചേർന്ന് കാരുണ്യ മാതാവിന്റെ സഭയ്ക്ക് 1837 ഓഗസ്റ്റ് 10-ന് രൂപം നൽകി. ഹൃദയം ദൈവത്തിലും കരങ്ങൾ പ്രവൃത്തിയിലും എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ട് തന്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിനായും ആത്മാക്കളുടെ രക്ഷയ്ക്കായും ഒഴിഞ്ഞുവെച്ച് 1880 ഡിസംബർ 7-ന് സകല കർമ്മങ്ങളും പൂർത്തിയാക്കി തന്റെ നാഥന്റെ സന്നിധിയിലേക്ക് യാത്രയായി. അവളുടെ നിർമ്മല ശരീരം മരണശേഷവും കാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയവും സവോണയിലെ ജനറേറ്റ് ഭവനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ലോകം മുഴുവൻ ആശ്ലേഷിക്കാൻ എന്റെ കരങ്ങൾക്ക് നീളമുണ്ടായിരുന്നെങ്കിൽ എന്ന വിശുദ്ധ മേരി ജോസഫ് റോസല്ലോയുടെ ആഗ്രഹത്തിന് പ്രത്യുത്തരമായി
വൈദിക കൂട്ടായ്മയിലെ ഒരംഗവും നമ്മുടെ യോഗവികാരിയുമായ ഫാദർ ജെയ്സൺ കളത്തിപ്പറമ്പിൽ ഈ ജൂബിലി ആഘോഷത്തിൽ ദിവ്യബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ആഘോഷത്തിൽ പങ്കുചേരാനായി എത്തിയിരിക്കുന്ന ഫാദർ ശ്യാംകുമാർ, സിസ്റ്റേഴ്സ്, ആലം സഹോദരിമാർ, പ്രൊവിൻസിന്റെ വളർച്ചയ്ക്കായി കർമ്മോത്സുകരായി സേവനമനുഷ്ഠിച്ച മദർ ജനറൽസ്, പ്രൊവിൻഷ്യൽസ്, ഡെലഗേറ്റ്സ്, പാർക്കം കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ, ഒപ്പം ഈ ബലിക്കായി അണഞ്ഞിരിക്കുന്ന ഏവരെയും ക്രിസ്തുരാജ്യത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഭക്തിയാദരങ്ങളോടെ ഈ ദിവ്യബലിയിൽ പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ സഹോദരനെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും
സർവശക്തനായ ദൈവമേ, നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. Amen.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവലോകത്തിന്റെയും രാജനായ അങ്ങേ പ്രിയപുത്രനിൽ സമസ്തവും ക്രമവത്കരിക്കുവാനെന്ന് തിരുമനസ്സായല്ലോ. അടിമത്തത്തിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ മഹിമാവിന് നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനും അനവരതം അങ്ങയെ വാഴ്ത്തിപ്പുകഴ്ത്തുവാനും കാരുണ്യപൂർവ്വമായി നയിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു. അങ്ങേ പുത്രന്റെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവന് പുരാതനായവന്റെ മുമ്പിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവന്റെ ആധിപത്യം ശാശ്വതമാണ്, അത് ഒരിക്കലും ഇല്ല. അവന്റെ രാജ്യത്വം അനശ്വരമാണ്. കർത്താവിന്റെ വചനം. പരിശുദ്ധിയെ
വെളിപാട് പുസ്തകത്തിൽ നിന്ന് വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യവും അന്തവുമാണ്. കർത്താവിന്റെ വചനം. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ പ്രതീകൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജൻ അനുഗ്രഹീതൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പീലാത്തോസ് ഈശോയോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതികരിച്ച്, നീ ഇത് സ്വമേധയാ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതികരിച്ചു, നീ തന്നെ പറയുന്നു, ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു.
കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഏറ്റവും സ്നേഹം പറഞ്ഞ ശാന്തമാറച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ആഗോളസഭ ഈശോയുടെ രാജ്യത്ത് തിരുനാൾ, ക്രിസ്തുരാജ്യത്ത് തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമായി എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുകയാണ്. യേശു നമ്മുടെ ജീവിതത്തിൽ രാജാവായി അതിനാഥനായി എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. അതുപോലെ അമ്പലത്തിൽ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടു. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവരുടെ കോൺഗ്രിഗേഷന്റെ ജൂബിലി ആഘോഷിക്കുകയാണ്. യോബൽ എന്ന ഹെബ്രായ പദത്തിൽ നിന്നാണ് ജൂബിലി എന്ന പദം രൂപകൊണ്ടതെന്നൊക്കെ നമുക്കറിയാം. യോബൽ എന്ന വാക്കിന്റെ അർത്ഥം മുട്ടനാടിന്റെ കൊമ്പെന്നാണ്. കൊമ്പുകൊണ്ട് കാഹളം ഊതുക, ലോകത്തെ മുഴുവൻ അറിയിക്കുക. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത ചില നിർദ്ദേശങ്ങളുണ്ട്. 50 വർഷം കൂടുമ്പോൾ ജൂബിലി ആഘോഷിക്കണം. ഈ ജൂബിലി ആഘോഷത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. ഒന്ന്, ഓരോ യജമാനും തങ്ങളുടെ കീഴിലുള്ള അടിമകളെ അന്ന് സ്വതന്ത്രമാക്കണം. രണ്ടാമതായി, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, പണയ വസ്തു ആയിട്ട് എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ജൂബിലി വർഷത്തിൽ അത് വിട്ടുകൊടുക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈശോ സംവത്സരം, ജൂബിലിയുടെ സംവത്സരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വരുന്നത്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അവിടെ ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഈശോ തന്റെ വരവിന്റെ ആഗമന ഉദ്ദേശം അറിയിക്കുകയാണ്. ഇവിടെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഡോട്ടേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി എന്ന പേരിൽ കരുണയുടെ സഹോദരിമാർ എന്നറിയപ്പെടുന്ന ഈ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അവർ ഇന്ത്യയിൽ വന്നതിന്റെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ഒരു ജൂബിലി ആഘോഷം തീർച്ചയായിട്ടും ആ കോൺഗ്രിഗേഷന് ഒരുപാട് അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ് പ്രദാനം ചെയ്യുക. ഈ ജൂബിലിയുടെ നാളുകളിൽ അവർക്ക് അവരോട് തന്നെ ചോദിക്കാൻ പറ്റുന്ന 3 ചോദ്യങ്ങൾ. ഒന്ന്, ഈ കഴിഞ്ഞ 50 വർഷങ്ങളായി ഞങ്ങൾക്ക് ഈ ഇന്ത്യയിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു? ഈ 50 വർഷത്തെ ഞങ്ങളുടെ വരവിലൂടെ ഇപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി എന്തെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യാൻ കഴിയും എന്നൊക്കെ ആത്മശോധന ചെയ്യാൻ ഒക്കെ കഴിയുന്ന സുന്ദരമായ നിമിഷമാണ് ഈ ജൂബിലിയുടെ നിമിഷങ്ങൾ. ഒരിക്കൽ കൂടി ആ കോൺഗ്രിഗേഷനും അതിൻ്റെ മേലധികാരികൾക്കെല്ലാം അനുമോദനങ്ങളും ആശംസകളും പ്രത്യേകമായിട്ട് അറിയുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈശോയുടെ രാജ്യത്തിരുന്നാൾ, ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, രാജാവെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചെങ്കോൽ പിടിച്ച് തലയിൽ വലിയ കിരീടമൊക്കെ ധരിച്ച് പരിപാലനങ്ങളാൽ സേവിതരായി ഒക്കെയുള്ള ഒരു ചിത്രമാണ്. പക്ഷേ ഈശോ എന്ന രാജാവിന്റെ ചിത്രം മറിച്ചാണ്. യേശു എന്ന രാജാവിന് പരിപാലനം ഉണ്ടായിരുന്നില്ല, തലയിൽ കിരീടം ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ചെങ്കോൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് യേശു എന്ന രാജാവിന്റെ രാജ്യത്തിന്റെ പ്രത്യേകത നമ്മൾ സുവിശേഷഭാഗത്ത് വായിച്ചു കേട്ടതുപോലെ, എന്റെ രാജ്യം ഐക്യമല്ല, ഈ ഭൂമിയിലായിരുന്നില്ല യേശുവിന്റെ രാജ്യം, മറിച്ചത് സ്വർഗത്തിലാണ്. യേശു തന്റെ രാജ്യത്വം സ്ഥാപിച്ചത് ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിലായിരുന്നു. നമ്മളന്ന് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരുപാട് അവിശ്വാസികളുണ്ട്, ഈശോയിൽ വിശ്വസിക്കാത്തവരുണ്ട്. അപ്പോൾ ഈശോ എന്ന രാജാവിനെ ഈ ലോകത്തെ എല്ലാവർക്കും
അംഗീകരിക്കാനോ ബഹുമാനിക്കാനോ ആദരിക്കാനോ കഴിയില്ല എന്നത് ഒരു സത്യമാണ്. അങ്ങനെയെങ്കിൽ ആർക്കാണ് യേശുവിൻ്റെ രാജ്യത്വം അംഗീകരിക്കാൻ കഴിയുന്നത്? യേശുവിനെ രാജാവായിട്ട് കൊണ്ടു നടക്കാൻ, അംഗീകരിക്കുവാൻ, ഏറ്റുപറയാൻ കഴിയുന്ന ആർക്കാണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ, പുതിയ നിയമത്തില് നമ്മൾ പലയിടങ്ങളിലായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, യേശുവിൻ്റെ രാജ്യത്വം അംഗീകരിച്ചത് കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളാണ്. ബെത്ലഹേമിലെ പുൽത്തോട്ടത്തിൽ പറഞ്ഞു കിടന്നിരുന്ന ഈശോയുടെ മുമ്പിൽ ഈ ജ്ഞാനികൾ വന്ന് അവർ കുന്തിരിക്കവും മീറയും സ്വർണവും ഒക്കെ കാഴ്ചയായിട്ട് അർപ്പിക്കുകയാണ്. ഈ ജ്ഞാനികൾ വന്നത് നക്ഷത്രത്തിന്റെ സഹായത്താലാണ്. രണ്ടാമതായി ഈശോയെ രാജാവായിട്ട് അംഗീകരിക്കുന്നതായി നമ്മൾ കാണുന്നത് ഓശാന നാളിൽ ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യേശുവിന്റെ വസ്ത്രങ്ങൾ വിരിച്ചു ഒലിവുചില്ലകൾ വീശിയുമൊക്കെ സ്വീകരിച്ച പാവപ്പെട്ട മനുഷ്യരായി. ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പറഞ്ഞുകൊണ്ട്, രാജാതിരാജന് ഓശാന എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട ജനം ഈശോയെ ഏറ്റുപറയുകയാണ്, ഈശോയെ രാജ്യത്വം അംഗീകരിക്കുകയാണ്. മൂന്നാമതായി യേശുവിന്റെ രാജ്യത്വം അംഗീകരിക്കുന്നത് കാൽവരി മലയുടെ മുകളിലാണ് നമ്മൾ കാണുന്നത്. വലതുഭാഗത്ത് നൽകപ്പെട്ട കള്ളൻ ഈശോയോട് പറയുന്നത്, ഈശോയെ നീ നിന്റെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെയും ഓർമ്മിക്കണമേ. അപ്പൊ നമ്മൾ ഈ 3 കൂട്ടരയിൽ കാണുന്ന പ്രത്യേകത, ജ്ഞാനികൾ അവർ ഈശോയെ രാജാവായിട്ട് അംഗീകരിച്ചിട്ടുള്ളതിന് കാരണം അവരിലുള്ള ജ്ഞാനമായിരുന്നു. ഇനി ജെറുസലേമിലെ പാവപ്പെട്ട നിവാസികൾ യേശുവിനെ രാജാവായിട്ട് അംഗീകരിച്ചെങ്കിൽ അതിനൊരു കാരണം അവരുടെ ഹൃദയം നൈർമല്യമായിരുന്നു. ഇനി ഈശോയെ നല്ല കാലം രാജാവായിട്ട് അംഗീകരിച്ചെങ്കിൽ അതിനൊരു കാരണം അയാളുടെ പശ്ചാത്താപ മനസ്സായിരുന്നു. താൻ പാപിയാണെന്നുള്ള ബോധം, പാപബോധം, പശ്ചാത്താപം, അതാണ് നല്ല കാലനെ ഈശോയുടെ രാജാവായിട്ട് അംഗീകരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ രാജാതിരാജനായ ഈശോയെ അംഗീകരിക്കുവാൻ, ആ ഈശോയെ വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ ഈ 3 ക്വാളിറ്റികൾ ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് ഉണ്ടാകുന്നതാണ്. ഒന്നൊരിക്കൽ ആ ജ്ഞാനികളെ പോലെ നമുക്കും ജ്ഞാനം ഉണ്ടാകണം. അതുമല്ലെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യരെ പോലെ, ദരിദ്ര നിവാസികളെ പോലെ ഹൃദയ നൈർമല്യം നമുക്കുണ്ടാകണം, നിഷ്കളങ്കത നമുക്കുണ്ടാകണം. അതുമല്ലെങ്കിൽ നല്ല കവനെ പോലെ ഒരു മാനസാന്തര അനുഭവം നമുക്കുണ്ടാകും. എന്നാൽ മാത്രമേ നമുക്കൊരു നല്ല വിശ്വാസിയായി, ദൈവവൈദ്യരായി നമുക്ക് ജീവിക്കാൻ സാധിക്കൂ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ നമ്മൾ ക്രിസ്തുവിന്റെ രാജ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഈശോയുടെ രാജ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം യേശുവിന്റെ രാജ്യത്വത്തിൽ നമ്മൾ പ്രവേശിക്കുക എന്നതാണ്. ഈ തിരുനാളില് നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ രാജ്യത്വത്തിൽ അംഗമാണോ? യേശുവിന്റെ രാജ്യത്തിൽ ഞാൻ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. സുന്ദരമായൊരു നിരീക്ഷണമുണ്ട്. അതെങ്ങനെയാണ്? നമുക്കറിയാം, ഈ പഴയ നിയമത്തില് നമ്മൾ നോഹയുടെ പേടകത്തെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ദൈവം ഈ ഭൂമിയിലെ സമസ്ത വസ്തുക്കളും തന്നിൽ നടന്നത് കണ്ടപ്പോൾ ഈ ലോകത്തെ നശിപ്പിക്കാനായി, പ്രപഞ്ചത്തെ നശിപ്പിക്കാനായി തീരുമാനമെടുത്തു. അതിനു മുമ്പ് ദൈവം നോഹയെ വിളിച്ചു പറയുന്നുണ്ട്, നീ ഒരു പെട്ടകം ഉണ്ടാക്കുക. ആ പെട്ടകത്തിന് ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളുടെയും ഒരു ജോഡിയെ ആ പെട്ടകത്തിൽ നിക്ഷേപിക്കുക. അതിനുശേഷം നീ ആ പെട്ടകം അടയ്ക്കുക. അങ്ങനെ ദൈവത്തിന്റെ നിർദ്ദേശമനുസരിച്ച് നോഹ പെട്ടകമുണ്ടാക്കി. ആ പെട്ടകത്തിൽ ജീവജാലങ്ങളെല്ലാം ഓരോ ജോഡിയെ നിക്ഷേപിച്ചു. നോഹയും മക്കളും ഒക്കെ കയറി അതിനുശേഷം പെട്ടകം അടക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് പെട്ടകത്തിന്റെ അടുക്കല് ഒരുപാട് ജീവജാലങ്ങളുണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നു. പെട്ടകത്തിന് ഒരുപാട് ദൂരമായി മനുഷ്യരുണ്ടായിരുന്നു, ജീവജാലങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവിടെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. എന്നാൽ പിന്നീട് മഴ ആരംഭിച്ചു, ജലം പതുക്കെ ഭൂമിയിൽ പോകാൻ തുടങ്ങി. പിന്നീട് മനുഷ്യർക്ക് ഭൂമിയിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി.
ജീവജാലങ്ങൾക്ക് ഭൂമിയിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. അപ്പോൾ അവർ കണ്ടു ഒരു പെട്ടകം കഥ ഒഴുകി നടക്കുന്നു. അങ്ങനെ ഈ ജനവും അതുപോലെ തന്നെ ജീവജാലങ്ങളും ഒക്കെ ഈ പെട്ടകത്തിലേക്ക് അടുത്തേക്ക് വരുന്നുണ്ട് പലരും. പക്ഷെ അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? കാരണം നോഹ അത് അടച്ചിടുന്നു. അതുപോലെ നമ്മളുടെയൊക്കെ ഈ ലോകം ജീവിതം ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ യേശുവിന്റെ രാജ്യത്തിൽ, യേശുവിന്റെ ആ ഒരു സുരക്ഷിതത്വ വലയത്തിൽ ആണോ ആയി തീർന്നിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അതിനോട് ചേർന്ന അവസ്ഥയിലാണോ, അല്ലെങ്കിൽ അതിൽ നിന്നും ഏറെ ദൂരത്താണോ എന്നൊന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ പെട്ടകത്തോട്, നോഹായുടെ പെട്ടകത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെ, അതുപോലെയുള്ള മനുഷ്യർ നമുക്കിന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാൻ സാധിക്കും. ഇടവകയുടെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവ പങ്കാളികളായിരിക്കും. എല്ലാ കാര്യങ്ങളും അവർ ഓടുന്നത് ചെയ്യും. പക്ഷേ കൂതാശാസ്ത്രീകരണവുമായി ബന്ധപ്പെട്ട്, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അവർക്കൊരു പക്ഷേ വലിയ പ്രതിപത്തി ഉണ്ടാകണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർ ഈ പെട്ടകത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അവർക്ക് പെട്ടകത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നശിക്കേണ്ടതായിട്ട് വന്നു. അവർക്ക് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പെട്ടകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അവര് അതിനുള്ള ശ്രദ്ധ കൊടുത്തില്ല, അതിനുള്ള ശ്രമം നടത്തിയില്ല. അങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പെട്ടകത്തിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള മനുഷ്യർ ഒരുപക്ഷെ ഒരു ക്രിസ്ത്യാനിയെ ജനിച്ചിട്ടുണ്ടാവും. പക്ഷേ മാമോദിസയ്ക്ക് ശേഷം അല്ലെങ്കിൽ വേദപാഠ പഠനത്തിന് ശേഷം പിന്നീട് അവർ എന്നേക്കുമായി വിശ്വാസത്തിൽ നിന്നും സഭയിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ഇവരൊക്കെ പെട്ടകത്തിന്റെ അടുക്കൽ നിന്ന് ഒരുപാട് ദൂരെ മാറി ജീവിക്കുന്നവരാണ്. അവർക്കൊരിക്കലും പെട്ടകത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. മാമോദിസ ലിസ്റ്റിൽ പേരുണ്ടാകാം, അല്ലെങ്കിൽ പള്ളിയുടെ ലിസ്റ്റിൽ പേരുണ്ടാകാം. പക്ഷേ പള്ളിയുമായോ വിശ്വാസമായ കാര്യങ്ങളുമായോ കൂതാശകളുമായോ യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈശോയുടെ രാജ്യത്തിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്: ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും യേശുവിന്റെ രാജ്യത്തിൽ പ്രവേശിച്ചവരാണ്, യേശുവിന്റെ രാജ്യത്തിൽ പങ്കാളികളാണോ, അല്ലെങ്കിൽ യേശു രാജ്യത്തെ സമീപം നിൽക്കുന്നവരാണ്, ദൂരെ നിൽക്കുന്നവരാണ് എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇന്നു മുതൽ തീരുമാനമെടുക്കുന്നത് നല്ലതാണ്. ഈശോയുടെ രാജ്യത്തിൽ അവകാശികളായി, പങ്കാളികളായി നമുക്ക് മാറാൻ കഴിയുകയായി. രണ്ടാമതായി, ഈ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാൾ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മളുടെ യേശുവാകുന്ന രാജാവിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ്. യേശുവാകുന്ന രാജാവിന്റെ പ്രത്യേകത എന്താണ്? മാർട്ടിൻ ലൂതർ കിങ് ഒരു സുന്ദരമായ കഥ പറയുന്നു. അതെങ്ങനെയാണ്? ഒരു ചെറിയ പാലത്തിന്മേൽ രണ്ട് ആടുകൾ തമ്മിൽ പരസ്പരം വരാനായിട്ട് ഇടയായി. അപ്പോൾ ഈ പാലത്തിന്റെ പ്രത്യേകത, ഈ പാലം വീതി കുറഞ്ഞ പാലമാണ്. ഒരു ആടിന് മാത്രമേ കഷ്ടിച്ച് നടന്നു പോകാനായി സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് രണ്ടാടുകൾ മുഖാമുഖം വന്നു നിൽക്കുന്നത്. ഇതില് ഏതെങ്കിലും ഒരു ആട് മറ്റൊരാടിനെ പാസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, കവർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ആടിന്റെ കാലെത്തുകയും അത് അകാലങ്ങളിലേക്ക് പതുക്കുകയും ചെയ്യും. ഈ പാലത്തിന് ഇരുവശവും വലിയ ആഴത്തിലുള്ള ഗുഹകളാണ്, അല്ലെങ്കിൽ ആഴമാണ്, കുഴികളാണ്, ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ടാളിൽ ഒരാള് പതുക്കെ ആ പാലത്തിന്റെ മുകളിൽ കിടന്നു കൊടുക്കുകയാണ്. അങ്ങനെ കിടന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ മറ്റേ ആടിന് ഈ ആടിന്റെ മുകളിലൂടെ സഞ്ചരിച്ച് നടന്ന് മറുകര പറ്റാൻ സാധിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്തുവാകുന്ന രാജാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തോറ്റുകൊടുക്കുന്ന ഒരു രാജാവാണ് ക്രിസ്തു രാജാവ് എന്നുള്ളതാണ്. തോറ്റുകൊടുക്കുന്ന, തോൽവേറ്റുവാക്കുന്ന, എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവാകുന്ന രാജാവ്. ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാ തുടങ്ങിയ ഒരു ചാക്രികത്തില് ഫ്രാൻസിസ് മാർപ്പാ പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ പലവിധത്തിലുള്ള മുറിവുകൾ ഏൽക്കുന്നവരാണ്. ഒരുപാട് ഒറ്റപ്പെടലും നിരാശയും ഏകാന്തതയും ശൂന്യതാബോധവും ഒക്കെ ഏൽക്കുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ അവർ ശാന്തമായിരുന്ന് ഈ രാജാതിരാജനെ നോക്കിക്കഴിഞ്ഞാൽ, ആ രാജാതിരാജനെ സമീപിച്ചു കഴിഞ്ഞാൽ
അവർക്ക് അവരുടെ മുറിവുകളിൽ നിന്ന് വിടുതൽ ലഭിക്കാതെ കാരണമായിട്ട് മാറുന്നു. ഇപ്പോൾ രാജാതിരാജനായ ഈശോ നമുക്ക് വേണ്ടി കർമ്മം കൊണ്ട് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെല്ലാം യേശുവിൻ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, എവിടെയെല്ലാം യേശുനാമത്തിൽ നമ്മൾ ആരാധന നടത്തുന്നുവോ അവിടെയെല്ലാം ഇന്നും ഈശോ കർമ്മനിരതനാണ്, സൗഖ്യപ്പെടുത്തുന്നു, നമ്മളെ രക്ഷിക്കുന്നു, നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു രാജാവാണ് ക്രിസ്തുവായിട്ടുള്ള യേശുനാഥൻ. മൂന്നാമതായി ഈ ക്രിസ്തുരാജന്റെ രാജ്യത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാൾ നൽകുന്ന മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ക്രിസ്തുവാകുന്ന രാജാതിരാജനെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ രാജാവ് നമുക്ക് നൽകുന്ന സമ്മാനങ്ങളാണ്. ആ രാജാവ് നമുക്ക് നൽകുന്ന സമ്മാനങ്ങളാണ്. എലിയാനോറ ഡ്യൂസ് എന്ന് പറയുന്ന ഒരു അഭിനേത്രിയെ കുറിച്ച് ഒരു നിരീക്ഷണമുണ്ട്. അഭിനേത്രിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. എലിയാനോറ ഡ്യൂസ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു അഭിനേത്രിയായിരുന്നു. ഒരുപാട് സൗന്ദര്യമുള്ള, ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള, ആ അഭിനയത്തിലൂടെ ഒരുപാട് സമ്പാദ്യം സ്വന്തമാക്കിയിട്ടുള്ള, ആ കാലഘട്ടത്തിലെ യുവാക്കന്മാരുടെ ഹരമായിരുന്ന എലിയാനോറ ഡ്യൂസ്. ആ എലിയാനോറ ഡ്യൂസിനോട് ഒരു നാൾ പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, മാഡം, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ഒരുപാട് സമ്പത്ത് കരസ്ഥമാക്കി, അതുപോലെ തന്നെ പേരും പ്രശസ്തിയും പെരുമയും ഒക്കെ നിങ്ങൾക്ക് ആവോളം ലഭിച്ചിരിക്കുകയാണ്, ഇനി എന്തിന്റെ കുറവാണ് നിങ്ങൾക്കുള്ളത്? അപ്പോൾ എലിയാനോറ ഡ്യൂസ് എന്ന് പറയുന്ന ഈ അഭിനേത്രി തന്നോട് ചോദിച്ച ഈ പത്രപ്രവർത്തകരോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു, എനിക്ക് എല്ലാം ഉണ്ട്, എനിക്ക് പ്രശസ്തിയുണ്ട്, പദവിയുണ്ട്, സൗന്ദര്യമുണ്ട്, അതുപോലെ തന്നെ സമ്പാദ്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് കുറവാണ്, ഇല്ല. അത് മറ്റൊന്നുമല്ല, മനസ്സിൽ സമാധാനം എനിക്കില്ലായിരുന്നു. അപ്പൊ നമ്മള് ഇന്ന് ഈശോയുടെ രാജ്യത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിൽ നമുക്ക് ശാശ്വതമായ സമാധാനം നൽകാൻ, ശാശ്വതമായ സന്തോഷം നൽകാൻ കഴിയുന്ന ഒരാൾ അത് രാജാതിരാജനായ യേശു മാത്രമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ രാജാതിരാജനെ നമ്മൾ ഏറ്റുപറഞ്ഞാൽ, നമ്മൾ ആ രാജാതിരാജനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ആ രാജാതിരാജന്റെ സമാധാനം, ആശ്വാസം നമുക്ക് ലഭിക്കാൻ ഇത് കാരണമായിട്ട് മാറുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ക്രിസ്തുവിന്റെ രാജ്യത്തിരുന്നാൾ ആരംഭിക്കുന്നത് 1925 നമ്മൾ പറയുക. 11-ാം പീയൂസ് മാർപ്പാപ്പയാണ് ഈ തിരുനാളിന് പ്രഖ്യാപനം കുറിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് ആസകലം അസ്വസ്ഥതയിലും ആകുലതയിലും മുറിവുകളിലും ക്ഷതകളിലും ഒക്കെ പെട്ടുടരുമ്പോൾ 11-ാം പീയൂസ് മാർപ്പാപ്പ ഒരു പ്രഖ്യാപനം ഇറക്കി. മുറിവേറ്റ യൂറോപ്യൻ ജനതയെ ആശ്വസിപ്പിക്കുവാൻ, സുഖപ്പെടുത്താൻ കഴിയുന്നവരാണ് അത് രാജാതിരാജനായ ഈശോയാണ്. അതുകൊണ്ട് ആ ഈശോയുടെ തിരുനാൾ ഇനി മുതൽ ആഘോഷിക്കണമെന്നുള്ള ഒരു കൽപ്പന 11-ാം പീയൂസ് മാർപ്പാപ്പ ഇറക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ കാലഘട്ടത്തിൽ ഇരിക്കുമ്പോൾ മുറിവുണ്ടാവാം, ക്ഷതങ്ങളുണ്ടാവാം, നമുക്ക് ആകുലതകൾ കടന്നു വരാം. അപ്പോഴെല്ലാം ഈ രാജാതിരാജനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ആ രാജാതിരാജനെ നമുക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ, ആ രാജാതിരാജന്റെ അധീശം നമ്മൾ ഗുണപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ വലിയ വിടുതൽ, വലിയ സൗഖ്യം, വലിയ ആശ്വാസം, സമാധാനം ലഭിക്കാൻ കാരണമായിട്ട് മാറുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരിൽ നിന്ന് നമ്മൾ ഈശോയുടെ രാജ്യത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ രാജാതിരാജനായ ഈശോയുടെ സമാധാനം നമ്മളിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ധാരാളമായി നിറയപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇനിയുള്ള കാലം ആ രാജാതിരാജന്റെ പരിധികളില്ലാത്ത കരുണ നമ്മുടെ മേൽ ചൊരിയപ്പെടാൻ, പരിപാലന ഇപ്പോൾ നമുക്കുണ്ടാകുവാൻ നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. ഈശോ മേധാവിന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകപിതാവും ജാതനായ ഏകപുത്രനും എല്ലാവർക്കും മുമ്പ് പിതാവും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവായ സത്യമായ അവിടെ വഴി സർവ്വം സൃഷ്ടിക്കപ്പെട്ടു.
ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലെ ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് കാത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മാറ്റത്തോടെ വീണ്ടും വരും. അവിടുത്തെ അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവനാഥാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവരും പിതാവിനും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാരുടെ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളായ ഏകദാസനായി ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരെയും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സകല കർത്താവായ ക്രിസ്തുവിനോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹിതാവായ ദൈവമേ, മണവാട്ടിയായ തിരുസഭയെ നയിക്കുവാൻ നിയുക്തനായ പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായും മറ്റെല്ലാ സഭാപാലകരെയും അനുഗ്രഹിക്കണമേ. സമഗ്ര വിമോചകനായ അങ്ങേ പുത്രന്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകുവാൻ ദൈവമക്കളെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ഇവരെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധിപനായ ദൈവമേ, അങ്ങേ തിരുക്കുമാരന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ സത്യത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ക്രിസ്തുനാഥന്റെ വിശുദ്ധ രാജ്യം ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും സംജാതമാകുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനായ ദൈവമേ, അക്ഷയമഹത്വത്തിന്റെ വിശുദ്ധ കിരീടമണിഞ്ഞ് സ്വർഗത്തിൽ വിരാജിക്കുന്ന വിശുദ്ധ റോസറിയുടെ മധ്യസ്ഥ വഴി ഞങ്ങളുടെ സഭയെ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന മദർ ജനറൽ, കൗൺസിലേഴ്സ്, പ്രൊവിൻഷ്യൽ സിസ്റ്റർ മാർഗ്രറ്റ്, കൗൺസിലേഴ്സ്, സിസ്റ്റേഴ്സ്, വൈദിക കൂട്ടായ്മയിലെ അംഗങ്ങൾ, ആലം സഹോദരിമാർ എല്ലാവരെയും ഈ ജൂബിലി വർഷത്തിൽ അങ്ങേ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെ നേതാവായ നാഥ, ലോകത്തെ ഭരിക്കുന്ന തിന്മയുടെ എല്ലാവിധ അടിമത്തത്തിൽ നിന്നും അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണമേ. നന്മയുടെ പാതയിലൂടെ ചലിച്ചുകൊണ്ട് യേശു മാത്രമാണ് ഏകരക്ഷകനും നാഥനും രാജാവുമെന്ന് ജീവിതം കൊണ്ട് പ്രഘോഷിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഇന്ത്യൻ മണ്ണിൽ അനുഗ്രഹത്തിന്റെ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹൃദയം നിറയെ നന്ദി മാത്രം. ഈ അനുഗ്രഹ നിമിഷങ്ങൾ ധന്യമാക്കാൻ സഭയിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ഈ അനുഗ്രഹം ബലി അർപ്പിക്കുന്ന വികാരി ദേശനെയും സഹകാർമികൻ ശാന്ത്കുമാർ അച്ഛനെയും ബ്രദർ ജിജോ, സിസ്റ്റേഴ്സ്, ഞങ്ങൾക്ക് സഹായഹസ്തങ്ങളുമായി എന്നും കൂടെ നിൽക്കുന്ന ഇടവകാംഗങ്ങൾ, ആലം സഹോദരിമാർ ഏവരെയും അങ്ങേ അനുഗ്രഹങ്ങളാൽ നിറച്ച് കരുണയുടെ പ്രഘോഷകരാകാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെ ഉറവിടമായ ദൈവമേ, മരണത്തെ ജയിച്ച് അങ്ങേ പ്രിയപുത്രന്റെ കാരുണ്യാതിരേകത്താൽ മരണമടഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സിസ്റ്റേഴ്സ്, ബന്ധുമിത്രാദികൾ എന്നിവർക്കും പ്രാർത്ഥിക്കുവാൻ ആരോഗ്യമില്ലാതെ ആത്മാക്കൾക്കും നിത്യജീവൻ നൽകി സ്വർഗീയാനന്ദം അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിന്റെ ചെവിചായുകയും
അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രമിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. നിന്റെ
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാനവവംശത്തെ അങ്ങയോട് ബന്ധപ്പെടുത്തുന്ന ഈ ബലി അങ്ങേക്ക് അർപ്പിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തന്നെ സകല ജനതകൾക്കും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ദാനങ്ങൾ നൽകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിത്യപുരോഹിതനും സർവ്വലോകത്തിന്റെയും രാജാവുമായി ആനന്ദതൈലം കൊണ്ടങ്ങ് അഭിഷേകിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ പുരുഷന്റെ അട്ടാരെയും നിർമ്മലവും സമാധാനദായകവുമായ ബലിയർപ്പിച്ചുകൊണ്ട് മാനവപരിത്രാണത്തിന്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും സർവ സൃഷ്ടിജാലങ്ങളെയും തന്റെ അധികാരത്തിന് കീഴിലാക്കി അങ്ങേ മഹാമഹിമയ്ക്കായി സത്യത്തിന്റെയും ശിവന്റെയും രാജ്യം, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും രാജ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമമാലപിക്കുന്നു.
സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം വിജയിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൻ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് കുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയെ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിതാവിനോട് അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോട് മഹിമയേറിയ രക്തസാക്ഷികളോട് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ പാതുവായ വിശുദ്ധ അന്തോനീസിനോട്
വിശുദ്ധ റസൂലിനോട് എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ളവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും വഴി സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോട്, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വർഗീസ് ചക്കാലക്കൽ മെത്രാനോട്, മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും അർപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ തിരുകുലമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളേണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രേരിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്നും കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുവാനാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണം എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നത് ഈ പ്രാർത്ഥന കേട്ടവരുടെ കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
ആത്മാവോടുകൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, നീ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
അറിയിപ്പുകൾ ഈ ആഴ്ച പള്ളിയെ പരിസരം വൃത്തിയാക്കുകയും ഈ കുർബാനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് സെൻറ് ജോസഫ് കോൺവെന്റിലെ ഇവിടെ കോൺവെന്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അവരോടൊപ്പം പ്രവർത്തിക്കുന്ന മെമ്പേഴ്സുമാണ്. അവർ പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അടുത്ത ആഴ്ച പള്ളിയെ പരിസരം വൃത്തിയാക്കേണ്ടതും വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് 7-ാം യൂണിറ്റ് സെന്റ് മേരീസ് കുടുംബയൂണിറ്റാണ്. 6-ാം യൂണിറ്റ് സെന്റ് തോമസ് യൂണിറ്റിന്റെ കുടുംബക്കൂട്ടായ്മ ഇന്ന് വൈകിട്ട് 7 മണിക്ക് ജോണി എന്നിവരുടെ ഭാഗത്ത് വെച്ച് നടത്തപ്പെടുന്നതാണ്. 8-ാം യൂണിറ്റ് സെന്റ് ഓസ്റ്റലോസ് യൂണിറ്റിന്റെ കുടുംബക്കൂട്ടായ്മ 30-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് തദേവോസ് പട്ടണത്തിന്റെ ഭാഗത്ത് വെച്ച് നടത്തപ്പെടുന്നതാണ്. യുവജന ശുശ്രൂഷ സമിതി ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ വൈത്തിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. എല്ലാ യുവജന ശുശ്രൂഷ സമിതി അംഗങ്ങളും ഈ മീറ്റിംഗിൽ നിർബന്ധമായി പങ്കെടുക്കേണ്ടതാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ മിഷൻ ഞായർ ആഘോഷിക്കുകയായിരുന്നു. മിഷൻ ഞായർ ആഘോഷത്തിൻ്റെ ദിനത്തിൽ സ്തോത്ര കാഴ്ചയായി ലഭിച്ച തുക കവറിലായിട്ട് ലഭിച്ചത് 27,370 രൂപയാണ്. അതുപോലെ സ്തോത്ര കാഴ്ചയായി ലഭിച്ചത് 3,089 രൂപയാണ്. അതിന് മൊത്തം കഴിഞ്ഞ ഞായറാഴ്ച ലഭിച്ചത് 30,459 രൂപയാണ്. ഇനിയും മിഷൻ ഞായർ കവറുകൾ നൽകാനുള്ളവർ അവരുടെ പേരും യൂണിറ്റിൻ്റെ പേരും എഴുതി നിങ്ങളൊരു ദിവസത്തെ കൂലി അതിന് നിക്ഷേപിച്ച് ആ മിഷൻ ഞായറിൻ്റെ കവർ എന്നെയോ യൂണിറ്റ് പ്രസിഡന്റിനെയോ എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഒരു കാര്യം നമ്മളുടെ
ഈ ഇടവകയുടെ തിരുനാൾ ജാനുവരി മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. 5-ാം തീയതി അഭിവന്യ പിതാവ് വരുമെന്നും ഇവിടെ സൈനികരും പറഞ്ഞിരുന്നു. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ അഭിവന്യ പിതാവിന് 5-ാം തീയതി വരാൻ പറ്റാത്തത് കൊണ്ട് നമ്മളുടെ സൈനികരവും അന്നേ ദിവസത്തിൽ നിന്നും മാറ്റിയിരിക്കുകയാണ്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ സൗകര്യപ്രദമായ മറ്റൊരു ദിവസം നമ്മൾ അഭിവന്യ പിതാവുകളുടെ സൈനികരണമായിരിക്കും. അതുകൊണ്ട് സൈനികരുടെ ക്ലാസ്സുകൾ അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ട് പോകും. പക്ഷേ 5-ാം തീയതി സൈനികരണമോ അഭിവന്യ പിതാവിൻ്റെ സാന്നിധ്യമോ ഇല്ല എന്ന കാര്യം പ്രത്യേകമായിട്ട് ഇപ്പോൾ അറിയിക്കുകയാണ്. തിരുനാൾ ആഘോഷ കമ്മിറ്റികളിലെ വിവിധ കൺവീനർമാരുടെ ഒരു മീറ്റിംഗ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് കൂടിച്ചേരുന്നതാണ്. പ്രത്യേകിച്ച് പബ്ലിസിറ്റി, ഡെക്കറേഷൻ, ബാൻഡ് സെറ്റ്, പടക്കം, ഈ ഇന്ത്യയിലെ 50-ാമത്തെ വർഷത്തെ ജൂബിലിയും ഇടവകാലത്തിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ കുർബാനയ്ക്ക് ശേഷം നമ്മളെല്ലാവരും തന്നെ പ്രദക്ഷിണമായി കൃഷ്ണഗിരിയിലേക്ക് പോകുന്നതാണ്. അതിനുശേഷം തിരിച്ചു വന്നു ഇവിടെ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഉണ്ടായിരിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഒരു ചെറിയ സ്നാക്സ് പാക്കറ്റായിട്ട് നൽകുന്നതാണ്. അതെല്ലാവരും വാങ്ങണമെന്നും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരണമെന്നും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. അതിനുശേഷം പതിവ് പോലെ കുട്ടികൾക്കുള്ള വേദപാഠ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. കഴിഞ്ഞ 2 ആഴ്ചയായി വേദപാഠ ക്ലാസ്സുകളില്ല. ടീച്ചേഴ്സ് പരാതി പറഞ്ഞു തുടങ്ങി. കാരണം വേദപാഠങ്ങളൊന്നും എടുത്ത് പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ക്ലാസ്സുകളിൽ ഈ ഒരു പ്രദർശനം കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ബിസ്ക്കറ്റെല്ലാം കഴിച്ച ശേഷം കുട്ടികൾ ഉടനടി അവരുടെ വേദപാഠ ക്ലാസ്സുകളിലേക്ക് പോകേണ്ടതാണെന്ന് അറിയിക്കുന്നു. ഈ ഒരു 2025 വർഷത്തെ വാർഷിക തിരുനാളിനോടനുബന്ധിച്ച് ആർക്കെങ്കിലുമൊക്കെ ഈ തിരുനാളിൻ്റെ ഓടി കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് സ്പോൺസർ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അവസാന ദിവസം ഒരു നാടകം ഇവിടെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് സ്പോൺസർഷിപ്പ് ആവശ്യമാണ്. 1-2 പേര് മുന്നോട്ട് വന്നു. പക്ഷേ അവർ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. ചെറിയ ചെറിയ സംഭാവനകൾ നിങ്ങൾ അതിനായിട്ട് നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു തിരുനാൾ നമുക്ക് ആഘോഷമാക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ നാടകം സ്പോൺസർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ഇനി ബാൻഡ് സെറ്റ് സ്പോൺസർ ചെയ്യണമെങ്കിൽ അത് പറ്റും. രഥം 30,000 രൂപയാണ് പുറത്തുനിന്നും ഒന്ന് വാടകയ്ക്ക് എടുക്കാനായിട്ട് പറയുന്നത്. ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന് പറ്റും. പൂക്കൾ സ്പോൺസർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലിറ്റർജിക്കൽ നീഡ്സ്, ആരാധന ക്രമത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പള്ളിക്കകത്തേക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവയെല്ലാം സ്പോൺസർ ചെയ്യാൻ ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തുകയായിട്ടാണെങ്കിലും സംഭാവനയായി നൽകാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെയോ യൂണിറ്റ് പ്രസിഡന്റിനെയോ തിരുനാൾ കമ്മിറ്റി കൺവീനറെയോ സമീപിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിക്കുകയാണ്. മറ്റൊരു സന്തോഷ വാർത്ത, നമ്മുടെ ഇടവകയിൽ നിന്നും ക്രിസ്തുമത സമ്പൂർണ്ണ ചരിത്ര ക്വിസിൽ സംസ്ഥാനതല പരീക്ഷയിൽ പങ്കെടുക്കാനായി നമ്മുടെ ഇടവകയിൽ നിന്നും ശ്രീമാൻ ജിമ്മി റിച്ചാർഡ്, ഭാര്യ ഷേർ റിച്ചാർഡ്, മകൾ ഐറിൻ കെ റിച്ചാർഡ് എന്നിവർ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് നന്നായി ഒരുങ്ങി തയ്യാറെടുപ്പോടുകൂടിയാണ് അവർ എറണാകുളത്ത് പോയത്. അവർ പോയതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 4ാം റാങ്ക് ലഭിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ കാര്യമാണ്. ജിമ്മി റിച്ചാർഡിനും അതുപോലെ തന്നെ ഭാര്യ ഷേർലയ്ക്കും മകൾ ഐറിനും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതിൻ്റെ സമ്മാനങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിൽ നൽകുന്നതായിരിക്കും. ഇന്ന് നമുക്ക് വേണ്ടി ഒന്ന് സഹാബികളും വഹിച്ച ബഹുമാനപ്പെട്ട ശ്യാംകുമാർ അച്ഛന് എല്ലാവരുടെയും പേര് പ്രത്യേകമായി നന്ദി പറയുന്നു. അതുപോലെ ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാനായി കുമ്മലയിൽ നിന്നും മറ്റും കോഴിക്കോട് നിന്നൊക്കെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് യോസഫിന് പ്രത്യേകമായിട്ട് പറയുന്നു. അതുപോലെ ഈ ഒരു ജൂബിലിയുമായി ബന്ധപ്പെട്ട് അൾത്താര ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ക്ഷീണം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ ലിജി, സിസ്റ്റർ അവരെല്ലാം നന്ദിയോടുകൂടെ അവസ്ഥ ഓർക്കുകയാണ്. അതുപോലെ തന്നെ സഹായിച്ച ബ്രദർ ജിവിനും അതുപോലെ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്ത അൾത്താര ഭാഗർക്കും
അതുപോലെ തന്നെ ജൂബിലി ആഘോഷമാക്കാൻ സഹായിച്ച ക്വയറുകൾക്കും ടീച്ചറിൻ്റെയും ജസ്റ്റിസിൻ്റെയും അനീഷിൻ്റെയും അനീനയുടെയും നേതൃത്വത്തിലുള്ള ക്വയറുകൾക്കും ദിവസത്തിന് പ്രത്യേകമായി നന്ദി പറയുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. കർത്താവ് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവേ, അമർത്യതയുടെ മോചനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവലോകത്തിന്റെയും രാജാവായ ക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനമുണ്ട്. അവിടത്തോടുകൂടെ സ്വർഗ്ഗരാജ്യത്തിൽ നിത്യമായി ജീവിക്കാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു.
ക്രിസ്തുരാജൻ ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് സ്നേഹരാജൻ ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് ലോകനാഥൻ യേശു നമ്മുടെ രാജാവ് യേശു നമ്മുടെ രാജാവ് നമ്മുടെ നേതാവ് ക്രിസ്തു നമ്മുടെ നേതാവ് ക്രിസ്തുരാജൻ ജയിക്കട്ടെ ക്രിസ്തുരാജൻ ജയിക്കട്ടെ ലോകരാജൻ ജയിക്കട്ടെ ലോകരാജൻ ജയിക്കട്ടെ സ്നേഹരാജൻ ജയിക്കട്ടെ സ്നേഹരാജൻ ജയിക്കട്ടെ ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് നമ്മുടെ രാജാവ് ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് ക്രിസ്തുരാജൻ യേശു നമ്മുടെ നേതാവ് യേശു നമ്മുടെ നേതാവ് യേശു നമ്മുടെ രാജാവ് യേശു നമ്മുടെ രാജാവ് ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് ക്രിസ്തുരാജൻ യേശു നമ്മുടെ രാജാവ് യേശു നമ്മുടെ നേതാവ് ലോകനാഥൻ ജയിക്കട്ടെ ലോകാധിരാജൻ ജയിക്കട്ടെ ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് ക്രിസ്തുരാജൻ ക്രിസ്തു നമ്മുടെ നേതാവ് ക്രിസ്തു നമ്മുടെ രാജാവ് ലോകാധിരാജൻ ജയിക്കട്ടെ ലോകനാഥൻ ക്രിസ്തു നമ്മുടെ നേതാവ് യേശു നമ്മുടെ രാജാവ് ലോകാധിനാഥൻ ജയിക്കട്ടെ ലോകാധിനാഥൻ ഭരിക്കട്ടെ ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് ലോകനാഥൻ യേശു നമ്മുടെ നേതാവ് യേശു നമ്മുടെ രാജാവ് ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് ക്രിസ്തുരാജൻ നമ്മുടെ നേതാവ് ക്രിസ്തു നമ്മുടെ നേതാവ് ക്രിസ്തു നമ്മുടെ രാജാവ് ക്രിസ്തു നമ്മുടെ രാജാവ് ജയ് ജയ് ക്രിസ്തുരാജൻ